ഈ രുക്മി ബുദ്ധിമാനാണ്. രണ്ട് സ്ഥലത്ത് കല്യാണം വിളിച്ചില്ല. ഒന്ന് ഹസ്തിനപുരി. ഹസ്തിനപുരി എന്താ കല്യാണം വിളിക്കാഞ്ഞത്? ഈ നമ്മുടെ സമ്പ്രദായത്തിൽപ്പെട്ടവരൊന്നുമല്ല. രണ്ടാമത് ദ്വാരകയിൽ. ദ്വാരകയിൽ എന്താ കല്യാണം? അതൊട്ട് ശരിയല്ല. കാരണം അവിടുത്തെ രാജാവ് 95 വയസ്സുള്ള കോൺഗ്രസ്സുകാരനാണ്. ഇതുപോലെ പ്രശ്നം അവിടെ ആണെങ്കിൽ ഒരു കത്ത് കിട്ടണമെന്നൊരു വിഷ്ണുവോട് കിട്ടിയാൽ മതി, വരാൻ ഒരാളിരിക്കുക. അങ്ങനെ അപ്പോ വിവാഹമൊരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചു. ധാരാളം പേരിങ്ങനെ വരുന്നു. പദ്ധതികൾ എന്ത് ചെയ്തു? പുതിയ ഗൃഹങ്ങളൊക്കെ നിർമ്മിക്കുന്നു, വീടൊക്കെ പെയിന്റ് ചെയ്യുന്നു, മോടി പിടിപ്പിക്കുന്നു. എല്ലാവരും വളരെ വേഗത്തിൽ വലിയ ജോലികൾ ഏർപ്പെട്ടിരിക്കുന്നു. ധാരാളം പേര് വരുന്നു. പാവൻ രുക്മിണി ദേവി ഒന്നും അറിഞ്ഞില്ലെന്നാ. രുക്മിണി ദേവി അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ ഇവിടെ വിഷയം? അമ്മയോട് ഒരു അമ്മ കല്യാണം കഴിച്ചാൽ മതി. ഒരു മര്യാദയില്ല. തന്റെ അനുവാദം ഇല്ലാതെ, തന്നെ അറിയിക്കാതെ കല്യാണം നിശ്ചയിക്കുക. രുക്മിണി കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ല. രുക്മിണി ചോദിച്ചു, അമ്മ ആരാ അമ്മ വരൻ? രുക്മിണി ദേവിയുടെ അമ്മ പറഞ്ഞു, മോളെ ശിശുപാലനാണ് വരൻ. രുക്മിണി ദേവി ദീർഘനിശ്വാസം വിടരുത് പറഞ്ഞു, ഇതിനെക്കാട്ടി ആത്മഹത്യ. ശിശുപാലൻ എന്ന് വെച്ചാൽ ശിശു ബുദ്ധിയുള്ള, കുട്ടികളുടെ ബുദ്ധി എന്നല്ല, നിർബന്ധ ബുദ്ധിയുള്ള. ലോകത്തിലെ നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, മണക്കുന്നു, സ്പർശിക്കുന്നു. ഈ കാണുന്നതിനോട് മാത്രം അത്യാസക്തി, കേൾക്കുന്നതിനോട് മാത്രം, ഇതെല്ലാം എന്റേതാണ്. നമ്മൾ നോക്കൂ, നമ്മൾ ആഗ്രഹിച്ചതെല്ലാം എന്റേതായിട്ടുണ്ടോ? ഇല്ല. അത് നഷ്ടപ്പെട്ടു. പക്ഷെ ഇതങ്ങനല്ല. ഇത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം. അതുകൊണ്ട് നിർബന്ധ ബുദ്ധി. അങ്ങനെയാണ് കൂടെ ജീവിച്ചാൽ എന്താ പ്രശ്നം? അതപകടം. രുക്മിണി പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ടേക്കല്ലേ? അമ്മ പറഞ്ഞു, മോളെ ഞാൻ എന്ത് ചെയ്യും? എന്റെ അച്ഛനും സഹോദരന്മാരും കൂടി തീരുമാനിച്ചതാണ്. എന്റെ അച്ഛൻ്റെ അടുത്തിരുന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ശിശുപാലനെ കല്യാണം കഴിക്കണ്ട. അച്ഛൻ പറഞ്ഞു, മോളെ എന്റെ ആഗ്രഹം, പക്ഷെ എന്ത് ചെയ്യാം? നിന്റെ സഹോദരന്മാരുടെ തടവറയിലാണ് ഞാൻ. അതുകൊണ്ട് നിന്നെ എനിക്ക് നേരിട്ട് സഹായിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യട്ടോ, എന്താന്ന് വെച്ചാൽ നിനക്ക് ഞാനൊരു മാർഗം പറഞ്ഞു തരാം. എന്താ മാർഗം? ഒരേ ഒരു മാർഗമേ നിന്റെ മുമ്പിലുള്ളൂ, ഭഗവാനെ ആശ്രയിക്കും. ഈ രുക്മിണി എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവനെയാണ് രുക്മിണി. നമ്മുടെ എല്ലാം ജീവന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഭഗവാനോട് ചെയ്യും. പക്ഷെ എന്താ, അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചുള്ളൂ, ലോകത്തിൽ എന്ത് നേടാൻ വേണ്ടി പരിശ്രമിച്ച് നേടിയെടുത്ത് കഴിഞ്ഞിട്ട് മറ്റൊന്നിലേക്ക് നമ്മൾ പോകും. ചെല്ലു പറയാറുണ്ടല്ലോ, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്താ ആഗ്രഹം? ഒരു വീട് വെക്കണം. മറ്റേ ആഗ്രഹങ്ങളെ ശ്രദ്ധിച്ചോണം. അതിനുവേണ്ടി പരിശ്രമിച്ചു, കഷ്ടപ്പെട്ടു, ധനം സമ്പാദിച്ചു, വീട് വെച്ചു, ഒരു വാസ്തുവിലേക്ക് നടത്തി താമസമായി. ആഗ്രഹം പിന്നെ ഉണ്ടാവത്തില്ലയോ? ഉണ്ടാവും. അടുത്ത ആഗ്രഹം. പക്ഷെ പറഞ്ഞതെന്താ? മറ്റേ ആഗ്രഹം. വേറെ ചെല്ലു പറയും, എനിക്ക് ഒരേയൊരു ആഗ്രഹമുള്ളൂ കേട്ടോ, കാരണം എനിക്കൊരു ജോലി കിട്ടും. ഈ ആഗ്രഹങ്ങളുടെ എല്ലാം പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ആഗ്രഹിച്ച് നേടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ ജീവൻ പറയുന്നറിയാമോ? എന്നാ ഇതല്ല കേട്ടോ. അപ്പൊ വേറെ ഉപനിഷത്തിനെ ഇതല്ല എന്ന് പറയാം. എപ്പോഴാന്നറിയോ? ഇത്രയും കാലം ഓടിച്ചിട്ടാ പറയണത്, അല്ലാതെ പറയില്ല. അപ്പോൾ നമ്മൾ നോക്കൂ, നമ്മൾ ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ നോക്കൂ, നമ്മൾ നേടിയെടുത്തതിൽ ഏതെങ്കിലും ഒന്നിൽ നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പലതും നേടി. നമ്മുടെ ശ്രദ്ധ നേടിയെടുത്ത ഏതെങ്കിലും ഒന്നിൽ നിർത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം നമ്മുടെ കുഴപ്പമില്ല, അങ്ങനെയാണ്. അപ്പൊ ആ ശ്രദ്ധ എവിടേക്ക് ചെന്നെങ്കിലേ അത് അവസാനിക്കുള്ളൂ? ഈശ്വരനിൽ. അപ്പൊ അതാണ് ജീവനാകുന്നത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. സന്തോഷത്തോടു കൂടി, ശാന്തിയോടുകൂടി ഒക്കെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭഗവത്സ്മൃതിയോടുകൂടി ഇരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെ അതിന് സമ്മതിക്കാത്ത 5 സഹോദരന്മാർ നമ്മുടെ കൂടെ ഉണ്ട്. ചേട്ടനും അനിയനൊന്നുമല്ല. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്. കാരണം എന്ന് വെച്ചാൽ കണ്ണിന്റെ ആഗ്രഹം
ഇവിടെ ഇരുന്ന് കൃഷ്ണനെ കണ്ടിട്ടുള്ള ആഗ്രഹവുമില്ല. അപ്പൊ നമ്മൾ ചോദിക്കും ഞങ്ങൾ ഇവിടെ ഇരിക്കണില്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇരുന്ന് ശീലിച്ച് പഠിപ്പിച്ചതുകൊണ്ടായിരിക്കും. കണ്ണിന്റെ ആഗ്രഹം എന്താ? അവധികാലമൊക്കെ അല്ലേ, ഇതൊക്കെ കറങ്ങാം, ലോകത്തിൽ പലതും കാണും. കാതിന്റെ ആഗ്രഹം എന്താ? ഈ കൃഷ്ണനെ പറ്റി ഞങ്ങൾ കുട്ടിക്കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയതല്ലേ, ഇങ്ങനെ ഈ മയിൽപ്പീലിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. ആ കിരീടത്തിന് ഒരു മാറ്റം ഉണ്ടോ? ഇല്ല. ആ മഞ്ഞപ്പെട്ട് മാറ്റിയിട്ട് ഏതെങ്കിലും ജീൻസും ഷർട്ടും കൊണ്ടോ ഉണ്ടോ? അതുമില്ല. ഇത്രയും കാലമായിട്ട് ഇദ്ദേഹം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കാതിന്റെ ആഗ്രഹം എന്ന് ഒരു ലോകത്തിൽ പലതും കേൾക്കുക, ലോകത്തിൽ പലതും കേൾക്കുന്നതാണ് കാതിന്റെ ആഗ്രഹം. നാവിന്റെ ആഗ്രഹമോ രുചി അറിയുക. രുചിക്കൊരു പ്രശ്നമാണ്, രുചി നമ്മളെ ദുഷിക്കും. രുചി വേണ്ടെന്നല്ല, നമുക്ക് നമ്മൾ ആലോചിച്ച് നോക്കും. ഉദാഹരണം പറയാറുണ്ട്, ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ എപ്പോൾ ഭക്ഷണം കഴിക്കണം എന്ന് പറയും. വിശക്കുമ്പോൾ ഭക്ഷണം, വിശക്കുമ്പോൾ അല്ലാതെ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ശരീരത്തിന് ബാധ്യതയാണ്. വിശപ്പില്ലെങ്കിലും നമ്മൾ കഴിക്കും ഭക്ഷണം. എന്താ? ടേസ്റ്റ്, നല്ല രുചി കിട്ടും. വിശപ്പൊന്നുമില്ല, പക്ഷെ അതിങ്ങനെ കഴിച്ചോണ്ടിരിക്കും. ആവിന്റെ ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ പ്രശ്നം. ഇന്ദ്രിയങ്ങൾ ലോകത്തിൽ പലതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മളെല്ലാം അങ്ങനെ സഞ്ചരിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെയൊക്കെ ഗുണം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഈ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ജീവന് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഒഴിവാക്കാൻ പറ്റുമോ? അതും പറ്റില്ല. പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ മാർഗം സുഗമമാക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, നമ്മുടെ ബുദ്ധി ആശ്രയിച്ച്. ശ്രദ്ധിച്ചോളണം, ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് ജീവിക്കരുത്. കാരണം കാണുന്നതെല്ലാം നോക്കൂ, പലതും നമ്മൾ കാണുന്നുണ്ട്. കാണുന്നതെല്ലാം നമുക്ക് വേണ്ടതല്ല, പക്ഷെ വേണ്ടാത്തതിലേക്ക് കൊണ്ട് ശ്രദ്ധിക്കും. പറയാറുണ്ട്, നമ്മൾ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയം വരെ ഒരു പേപ്പർ പാടും പേനയും കയ്യിൽ കരുതുക. രാവിലെ മുതൽ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കേട്ടു, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തു. രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കയിൽ നിന്ന് ടിക്ക് ചെയ്യണം. അതിലെന്നറിയാമോ? ഇല്ലേ, ഈ കണ്ടതിൽ എന്തൊക്കെ എനിക്ക് വേണ്ടത്, കേട്ടതിൽ എന്തൊക്കെ എനിക്ക് ആവശ്യമുള്ളതെന്ന് ശ്രദ്ധിച്ചാൽ ഒരു സത്യം ബോധ്യപ്പെടും. നമ്മൾ ഓരോ ദിവസവും കാണുന്ന കാഴ്ചകളിൽ 70% എനിക്ക് വേണ്ടാത്തതാണ്. കേൾക്കുന്ന ശബ്ദങ്ങളിൽ 70% എനിക്ക് വേണ്ടാത്തതാണ്. പക്ഷെ പ്രശ്നമല്ല, വേണ്ടാത്തതിനെയാണ് മനസ്സിൽ പിടിച്ചെടുത്തത്. അപ്പൊ അതിനെ അതിജീവിക്കാൻ എന്താ മാർഗം വെച്ചാൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ബുദ്ധി ആശ്രയിക്കുക. ഇതാണ് ധിയോ യോന പ്രചോദയാത്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ജീവിതത്തെ ഒരു യാത്രയായിട്ട് സങ്കല്പിച്ചാൽ, ശരീരത്തെ ഒരു രഥമായിട്ട് സങ്കല്പിച്ചാൽ, ആ രഥത്തിന് 5 കുതിരകൾ, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, തൊക്ക്. ആ കുതിരകളുടെ കടിഞ്ഞാൺ മനസ്സ്. ഇതിനെ എവിടെ പിടിപ്പിക്കണം എന്ന് വെച്ചാൽ ഒരു സാരഥിയുടെ കയ്യിൽ കൊടുക്കണം. ഈ സാരഥിയാണ് ബുദ്ധി. ഈ ബുദ്ധിയെ ആശ്രയിക്കണം എന്നാണ്. ലോക ജീവിതത്തിൽ ബുദ്ധിയെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചുകൊള്ളണം. കാരണം വെച്ചാൽ ബുദ്ധി എന്ന് പറയുന്നത് വിവേചിച്ചറിയാനുള്ള ശേഷിയാണ്. വിവേചിച്ചറിയുക. നമ്മൾ നോക്കൂ, നമ്മള് ഇവിടെ മുമ്പിൽ ഒരു നിലവിളക്ക് തെളിച്ചിരിക്കുന്നു, ദീപം ജ്വലിക്കുന്നു. നമ്മൾ വിരലുകൊണ്ട് ആ ദീപനാളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി സ്പർശിക്കാറില്ല. കാരണം എന്താ? അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ബുദ്ധി നമ്മളോട് പറയും, തുടരുത്, കൈകൊള്ളും. പക്ഷെ കൊച്ചു കുട്ടിക്കാരെ പിടിക്കും. ബുദ്ധിയുടെ പ്രത്യേകത, ബുദ്ധി ഉറച്ചിട്ടില്ല എന്ന് പറയും കുട്ടികൾക്ക്. ഈ ബുദ്ധിയാണ് ഭീഷ്മർ. അതുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മളിതിനെ കണ്ടുകൊള്ളുക, കേട്ടുകൊള്ളുക, രുചിച്ചുകൊള്ളുക, മണത്തുകൊള്ളുക, സ്പർശിച്ചുകൊള്ളുക, അതൊക്കെ ലോകത്തിൽ ആവശ്യമാണ്. പക്ഷെ വേണ്ടതിനെ കൊള്ളാനും വേണ്ടാത്തതിനെ തള്ളാനും സാധിക്കണമെങ്കിൽ മനസ്സിനെ മനസ്സിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല, ബുദ്ധിയെ തന്നെ ആശ്രയിക്കും.
ഈ ബുദ്ധിയായ ഭീഷ്മകൻ മാർഗം പറഞ്ഞു കൊടുത്തു. എന്താ? ഒരേ ഒരു മാർഗം കൊടുത്തു. നമുക്ക് ശരിയായ മാർഗത്തിലേക്ക് സഞ്ചരിക്കണമെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടായാൽ നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടി ഒരു സദ്ഗുരു നമ്മുടെ മുമ്പിൽ വരും. ഭൂരിപക്ഷം പേർക്കും അങ്ങൊരാൾ ആവശ്യമില്ല, ചിലർക്ക് അതിന്റെ ആവശ്യമില്ല. അവിടെ നോക്കൂ, രുക്മിണിയുടെ സന്ദേശം, രുക്മിണിയുടെ വിഷമം ഭഗവാനെ അറിയിക്കാൻ വേണ്ടി ഒരു സദ്ഗുരു ഉണ്ടായി. അതേസമയം കുചേലന് ഒരു മീഡിയേറ്റർ വേണ്ടിയിരുന്നു. ആ രുക്മിണി ദേവി ബുദ്ധി തെളിഞ്ഞപ്പോ അച്ഛന്റെ നിർദ്ദേശപ്രകാരം രുക്മിണി ദേവി ചിന്തിച്ചു. അപ്പോൾ ഒരു ബ്രാഹ്മണൻ എന്ന് പ്രയോഗിച്ചത് ജ്ഞാനി എന്നാണ്. ഒരു ജ്ഞാനി വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ സങ്കടത്തെ. അദ്ദേഹത്തിന് സന്ദേശം എന്ത് ചെയ്തു? എഴുതി കൊടുത്തു. ഇതുമായിട്ട് അദ്ദേഹം ദ്വാരകയിലേക്ക്. ഇവിടെ ചെന്നപ്പോ കൃഷ്ണനെ കാണണമെന്ന് പറഞ്ഞു. കാവൽക്കാർ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി, മുറിയിൽ കൊണ്ടുപോയി, ഓഫീസ് റൂമിൽ കൊണ്ടിരുത്തി. കൃഷ്ണൻ നല്ല തിരക്കണം, ഒത്തിരി ഫയലൊക്കെ ഒപ്പിടണം, വലിയ കാര്യങ്ങൾ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഈ ദ്വാരകയിലെ രാജാവ് ഉഗ്രസേനാണെങ്കിലും മുഴുവൻ നിയന്ത്രിക്കുന്നത് കൃഷ്ണൻ. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ എനിക്കെല്ലാം അറിയാം, എങ്കിലും ഞാൻ പറയാം, ഞാൻ കുണ്ടിനപുരിയിൽ നിന്നില്ല. കൃഷ്ണന്റെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വന്നിട്ട്, പുഞ്ചിരി സ്വതസിദ്ധാണ്, എങ്കിലും ഒന്നുകൂടെ ഒന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, കല്യാണം വിളിക്കാൻ വന്നു. കാരണം നേരത്തെ പറഞ്ഞു, ആരെങ്കിലും അവിടെ നിന്ന് ഒരു മിസ്ഡ് കോൾ ചെയ്യാൻ കല്യാണത്തിന് പോകാൻ റെഡിയായിട്ടിരിക്കുക. പക്ഷെ നേരത്തെ തയ്യാറായിട്ടിരിക്കുക, ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ. ഇതറിയാമോ? കല്യാണ വസ്ത്രമൊക്കെ തയ്പ്പിച്ചു, പൈജാമയും കുർത്തയൊക്കെ തയ്പ്പിച്ചു വെച്ചു, വണ്ടിയൊക്കെ സർവീസ് ചെയ്തു, രഥം കുതിരകളെയൊക്കെ കുളിപ്പിച്ച് അലങ്കരിപ്പിച്ചു. കാരണം എപ്പോ വന്നാലും കള്ളകൃഷ്ണൻ ഒന്നും അറിയാത്ത, എന്തിനാ വന്നെന്ന് ചോദിച്ചു. പറഞ്ഞു, അതേ കല്യാണം വിളിക്കാൻ വന്നാലും ഭഗവാനെ രുക്മിണി ദേവിയുടെ ഒരു സന്ദേശം കൊണ്ട് വന്നു. കൃഷ്ണനെ ഒന്ന് കാണണം. അർത്ഥം പറയാ, ഈ സന്ദേശമൊക്കെ വായിക്കാൻ സമയമില്ല, കാരണം ഞാനിവിടെ ഫയല് നോക്കണത് കണ്ടില്ല. ഒരു കാര്യം ചെയ്യൂ, അങ്ങ് തന്നെ അങ്ങ് വായിക്കും, ഞാൻ കേട്ടോ. ഈ കൃഷ്ണൻ എന്താ കാണിക്കണത്? വളരെ മോശമല്ലേ? കാരണം എന്ന് വെച്ചാൽ വളരെ പ്രിയത്തോടുകൂടി ഈ രുക്മിണി ദേവി, വളരെ പ്രിയത്തോടുകൂടി ഈ രുക്മിണി ദേവി നൽകിയിരിക്കുന്ന സന്ദേശം, ആ സന്ദേശം പറയുന്നതിന് പകരം, വാങ്ങി വഹിക്കുന്നതിന് പകരം ഒരു ശ്രദ്ധയില്ലാതെ ഭഗവാൻ ഇങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് വായിക്കുന്നത് ശരിയാണോ എന്ന് തോന്നും. പക്ഷേ പ്രശ്നം എന്താ കാരണം എന്ന് വെച്ചാൽ, ജ്ഞാനികൾ പറയാറുണ്ട്, ഈ രുക്മിണി ദേവി കൊടുത്തയച്ച സന്ദേശം കൃഷ്ണൻ വാങ്ങിയെന്ന് വായിച്ചാലുള്ള പ്രശ്നം നമ്മൾ നിന്നറിയില്ല. രുക്മിണി ദേവി കൊടുത്ത സന്ദേശം അദ്ദേഹം കൊടുത്തു, കൃഷ്ണൻ വാങ്ങി വായിച്ചു, ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അറിയില്ലല്ലോ എന്താന്നുള്ള കാര്യം. അതുകൊണ്ട് പറഞ്ഞാൽ വായിക്കും. ഇതാണ് പറഞ്ഞത്, ഭുവനസുന്ദര. കാരണം സൗന്ദര്യത്തെ എല്ലാവരും ആസ്വദിക്കും. പ്രത്യേകിച്ച് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ അവനവന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കും. ഭഗവാൻ സന്ദേശമൊക്കെ വായിച്ചു, സന്ദേശമൊക്കെ വായിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, അതെ വളരെ തിരക്കുണ്ട്, എങ്കിൽ തന്നെയും അങ്ങ് ഇവിടം വരെ വന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. ഇതൊരു ഔദാര്യം നോക്കി, അങ്ങ് ഇവിടം വരെ വന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്ത് ചെയ്തു? ഈ ബ്രാഹ്മണനെ വിളിച്ചു, രഥത്തിൽ കയറി പോവുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞപ്പോ ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലരാമസ്വാമി വന്ന് പ്രതിഹാരിയോട്, കാവൽക്കാരോട് ചോദിച്ചു, എവിടെ കൃഷ്ണൻ? അവര് പറഞ്ഞു, ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരാളോട് സംസാരിച്ചിരിക്കുന്നത് കണ്ടു, അദ്ദേഹത്തിന്റെ കൂടെ വണ്ടിയിൽ കയറി. ഒരു പഴയ ചൊല്ല് പറയാറുണ്ട്, ചത്തത് കീചകന്, കൊന്നത് ഭീമൻ തന്നെ. അപ്പൊ പോയിട്ടുള്ളത് എവിടെയാ? അവിടെ തന്നെ പോകും. ബലരാമസ്വാമിക്ക് കൃഷ്ണനോട് വളരെ എല്ലാ കുസൃതിയും, കൃഷ്ണൻ എല്ലാ കുസൃതിയുടെ കൂട്ടത്തിലും ബലരാമനെ കൊണ്ട് വെക്കുമെങ്കിലും സ്നേഹത്തിന് യാതൊരു കുറവില്ല. ഈ കുസൃതി കാണിച്ചാലും അത്യധികം വിഷമമൊന്നുമില്ല. അനുജന് വേണ്ടി ഇതെല്ലാം
വൃന്ദാവനത്തിൽ വെച്ച് 2 സന്ദർഭങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സന്ദർഭത്തിലും ബലരാമൻ കൂടെ ഉണ്ടാകും. ഒന്ന്, അഘാസുരന് മോക്ഷം കൊടുക്കാൻ പോകുന്ന സമയത്ത് ബലരാമനില്ല. 2, കാളിയമർദ്ദന സമയത്ത് ബലരാമനില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ബലരാമൻ തന്നെ എന്താണ് അടിയന്തരനാണ്. ബലരാമനെ കണ്ടാൽ അഹാസുരൻ എഴുന്നേറ്റ് ഓടും. ബലരാമനെ കണ്ടാൽ കാളിയൻ ഓടി ഒളിക്കും. കാരണം ഇവരുടെ അഹങ്കാരം തീരില്ല. അതുകൊണ്ട് ഈ 2 സന്ദർഭം ഒഴിച്ച് എപ്പോഴും ആരെ കൊണ്ടുവരും? ഈ കൃഷ്ണൻ എന്ന് മാത്രമല്ല, കാളിയമർദ്ദനവും കഴിഞ്ഞ് കരയിൽ വന്നപ്പോൾ ദേഹവാസകളെ ഇങ്ങനെ കാളിയൻ ദംശിച്ച പാടുകളുണ്ട്. രംഗണ്ട് ഇങ്ങനെ തലോടി ആലിംഗനം ചെയ്തു. ദേഹവാസകളെ ഇങ്ങനെ തലോടിയിട്ട് ആലിംഗം ചേർത്ത് പിടിച്ചപ്പോ അദ്ദേഹത്തെ മുഴുവൻ പാടുകളും അപ്രത്യക്ഷമാണ്. ബലരാമസ്വാമി ഈ രഥവും സൈന്യങ്ങളുമായിട്ട് പുറകെ പോയി. കൃഷ്ണൻ നേരത്തെ 1.5 മണിക്കൂർ മുമ്പ് പോയി, പുറകെ ബലരാമൻ പോയി. പക്ഷേ അന്ന് കുണ്ടിനപുരിയിൽ ആദ്യം ചെന്നത് ബലരാമനാണ്. കാരണം ബലരാമൻ ഒരു ബൈപ്പാസ് അന്നും ബൈപ്പാസ്. അവിടെ ചെന്ന് ബലരാമൻ ചെന്ന് കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ ചെല്ലണം. ഇതിലെന്ത് ചെയ്തു? അപ്പൊ കല്യാണത്തിന് വിളിക്കാത്ത 2 വിദ്വാന്മാർ വന്നിട്ടുണ്ട്. ഈ രുക്മിയും രുക്മാംഗത്തിനും ഒക്കെ പറഞ്ഞു, കല്യാണത്തിന് വിളിക്കാത്ത 2 വന്നിട്ടുണ്ട്. അവർക്ക് നല്ല കാര്യം. കല്യാണം വിളിക്കാത്തടത്ത് നമ്മൾ പോകാറുണ്ട്. വിളിച്ചാൽ തന്നെ പോകുന്നില്ല. പിന്നെ വിളിക്കുന്നത് വിളിച്ചാൽ തന്നെ പോകാൻ സാധിക്കും. പക്ഷേ ക്ഷണിക്കാത്തടത്തും പോകാമെന്നൊരു ശാസ്ത്രമുണ്ട്. നമ്മളെ ക്ഷണിച്ചില്ലെങ്കിലും പോകാം. എങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മളോട് സ്നേഹമുള്ള, നമ്മളോട് പ്രിയമുള്ളവരെ നമ്മളെ വിളിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞല്ല,